അപ്പോൾ ഈ റൗണ്ടിനെ കുറിച്ച് എങ്ങനെയാണ് ഈ റൗണ്ടിൽ മത്സരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ക്രിസ് നമുക്ക് പറഞ്ഞു തരും. ഓരോ ടീമിനും 90 സെക്കൻഡാണ് ലഭിക്കുന്നത്. ഇതിൽ മാക്സിമം എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാമോ അത്രയും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അത് ചോദ്യം നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. തെറ്റാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. വളരെ ലളിതമായ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ റൗണ്ട് എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആരംഭിക്കാം. അമൃത വിദ്യാലയം നിങ്ങളുടെ 90 സെക്കൻഡുകൾ ഇവിടെ ആരംഭിക്കുന്നു. ആദ്യത്തെ ചോദ്യം, അസുരശില്പി ആര്? ശരി ഉത്തരം. ജരാസന്ധൻ ഭീമാർജുനന്മാരിൽ ആരോടാണ് ദ്വന്ദ്വയുദ്ധം ചെയ്തത്? ഭീമനോട്. ശരി ഉത്തരം. കള്ളച്ചൂതൽ പാണ്ഡവന്മാരെ പരാജയപ്പെടുത്തിയത് ആര്? ശകുനി. ശരി ഉത്തരം. അർജുനൻ എത്ര കാലമാണ് ഇന്ദ്രനൊത്ത് താമസിച്ചത്? 5 വർഷം. ശരി ഉത്തരം. എവിടെ വെച്ചാണ് ഭീമൻ ക്രമീരനുമായി ഏറ്റുമുട്ടിയത്? തെറ്റുത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആരായിരുന്നു മൂകാസുരൻ? അറിയില്ല എന്നുണ്ടെങ്കിൽ പാസ് ചെയ്യാം. സമയം ഇപ്പോൾ കൊണ്ടിരിക്കുന്നു. 54 സെക്കൻഡ്. 48 സെക്കൻഡ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, ആരെ തപസ് ചെയ്താണ് ദിവ്യാസ്ത്രങ്ങളെല്ലാം ലഭിക്കുമെന്ന് ഇന്ദ്രൻ അർജുനനോട് പറയുന്നത്? ആരെ തപസ് ചെയ്ത്? പരമശിവനെ. ശരി ഉത്തരം. എപ്പോഴാണ് സാൽവൻ ദ്വാരകയെ ആക്രമിച്ചത്? ചൂതുകളി നടക്കുന്ന സമയത്ത്. ചൂതുകളി നടക്കുന്ന സമയത്താണോ? ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഇല്ലാത്ത സമയത്ത്. ഓക്കെ. അസാന്നിധ്യത്തിൽ. ശരി ഉത്തരം. ബ്രാഹ്മണരെ സംരക്ഷിക്കുവാൻ വേണ്ടി ആരെ ഉപാസിക്കാനാണ് ധൗമ്യൻ ഉപദേശിക്കുന്നത്? സൂര്യഭഗവാനെ. ശരി ഉത്തരം. രാജസൂയത്തിൽ രാജാക്കന്മാരെ സ്വീകരിക്കേണ്ട ചുമതല ആർക്കായിരുന്നു? 6 സെക്കൻഡ്സ്. വേഗം പറയാം. 3, 2, 1, 0. 10 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ തെറ്റായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മിസ് ചെയ്ത ചോദ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എവിടെ വെച്ചാണ് ഭീമൻ ക്രമീരനുമായി ഏറ്റുമുട്ടുന്നത്? വേറെ ആർക്കെങ്കിലും അറിയാമോ? കാമ്യകവനം. ശരി ഉത്തരം. എന്തായാലും അതിന് മാർക്കില്ല. വണ്ടർഫുൾ അറ്റംപ്റ്റ്. മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത്, ആരായിരുന്നു മൂകാസുരൻ? ആർക്കെങ്കിലും അറിയാം? മൂകാസുരൻ ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ച് പന്നിയായിട്ട് വന്ന. അതിനേക്കാളും സ്പെസിഫിക് ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ധനുപുത്രനാണ് മൂകാസുരൻ. ഓക്കെ. അടുത്ത മിസ് ചെയ്ത ചോദ്യം, രാജസൂയ യാഗത്തിൽ രാജാക്കന്മാരെ സ്വീകരിക്കേണ്ട ചുമതല ആർക്കായിരുന്നു? സഞ്ജയന്. ശരി ഉത്തരം. അതായിരുന്നു ശരിയായ ഉത്തരം. നിങ്ങൾ മിസ് ചെയ്ത ഉത്തരങ്ങൾ അവിടേക്കാണ്. അമൃത വിദ്യാലയം ചാവക്കാടിന് 70 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി അടുത്ത ടീം ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവ് അല്ലേ? സോ നിങ്ങളുടെ 90 സെക്കൻഡ് ഇവിടെ ആരംഭിക്കുന്നു. മയൻ ഭീമന് എന്താണ് സമ്മാനിച്ചത്? ഗദ. ശരി ഉത്തരം. ജരാസന്ധന് ഏറ്റവും പ്രിയം ആരോടായിരുന്നു? ജരാസന്ധന് ഏറ്റവും പ്രിയം ആരോടായിരുന്നു? സ്കിപ്പ് ചെയ്തു. ഓക്കെ. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പാഞ്ചാലിയെ അനുകൂലിച്ച ധൃതരാഷ്ട്രപുത്രൻ ആരായിരുന്നു? വികർണൻ. ശരി ഉത്തരം. ആരിൽ നിന്നാണ് അർജുനൻ നൃത്ത സംഗീത വാദ്യങ്ങൾ അഭ്യസിച്ചത്? ചിത്രസേനൻ. ശരി ഉത്തരം. ഭഗന്റെ സഹോദരന്റെ പേര്? ക്രമീരൻ. ശരി ഉത്തരം. പരമശിവൻ എന്ത് അസ്ത്രമാണ് അർജുനന് നൽകിയത്? പാശുപതാസ്ത്രം. ശരി ഉത്തരം. ഏത് വേഷത്തിലാണ് ഭഗവാൻ ശിവൻ അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? കിരാതവേഷം. ശരി ഉത്തരം. സാൽവൻ ആരാണ്? സ്കിപ്പ്. ഓക്കെ. അക്ഷയപാത്രം ആരാണ് യുധിഷ്ഠിരന് നൽകിയത്? സൂര്യദേവൻ. ശരി ഉത്തരം. എത്ര വർഷത്തേക്കാണ് യുധിഷ്ഠിരൻ ആരോടും അഹിതമോ ഭേദബുദ്ധിയോ കാണിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്? എത്ര വർഷത്തേക്ക് എന്നാണ് പറയേണ്ടത്? സ്കിപ്പ്. ഓക്കെ. സുരഭിയുടെ മറ്റൊരു പേരെന്ത്? കാമധേനു. ശരി ഉത്തരം. ജരാസന്ധൻ ജനിച്ചപ്പോൾ തന്നെ ഒരു മഹർഷി അനുഗ്രഹിച്ചു. ആരാണ് ആ മഹർഷി? ഓക്കെ. പിശുനത, ഗർവ, സ്വാഭിമാനം, ഭയം തുടങ്ങിയവ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങളാണ്. ഏതിൽ നിന്നും എന്നാണ് പറയുന്നത്? 0. ഓക്കെ. ഇവിടെ 13 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. സ്കിപ്പ് ചെയ്തത് 13ാമത്തെ ചോദ്യം. പിശുനത, ഗർവ, സ്വാഭിമാനം, ഭയം തുടങ്ങിയവ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ആഗ്രഹം എന്ന് പറയുന്നു. അറിയില്ല. ഓക്കെ. സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ദുഃഖം, പിശുനത, ഗർവ്, സ്വാഭിമാനം.
ധനത്തിൽ നിന്നും എന്നാണ് ശരിയായ ഉത്തരം. ധനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജരാസന്ധൻ ജനിച്ചപ്പോൾ ഒരു മഹർഷി അനുഗ്രഹിച്ചു. ആ മഹർഷിയുടെ പേര് അറിയുന്നവരുണ്ടോ? ചണ്ഡകൗശികമുനി. ഓക്കെ, പിന്നെ സ്കിപ്പ് ചെയ്ത മറ്റൊരു ചോദ്യം സാൽവൻ ആര് എന്ന ആ ചോദ്യത്തിനാണ് സ്കിപ്പ് ചെയ്തത്. സാൽവൻ ആർക്കെങ്കിലും പറയാമോ? ശിശുപാലന്റെ സഹോദരൻ. ശരി ഉത്തരം. അതായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്, നിങ്ങൾ മിസ് ചെയ്തതും അതാണ്. ഇത്രയും ചോദ്യങ്ങളാണ്. ജരാസന്ധൻ ഏറ്റവും പ്രിയം ആരോടായിരുന്നു? ബ്രാഹ്മണരോട് എന്നാണ് ശരി ഉത്തരം. എത്ര വർഷത്തേക്കാണ് യുധിഷ്ഠിരൻ ആരോടും അഹിതമോ ഭേദബുദ്ധിയോ കാണിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്? അതും സ്കിപ്പ് ചെയ്തിരുന്നു. 13 വർഷത്തേക്ക് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, 13-ൽ 5 ചോദ്യങ്ങളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് അല്ലെങ്കിൽ തെറ്റ് വരുത്തിയത്. അങ്ങനെ 8 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നിങ്ങൾ നൽകിയിരിക്കുന്നു. ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവിന് ലഭിക്കുന്നത് 80 മാർക്ക്.